ഇന്ന് മലയാള സിനിമയിലെ രണ്ട് സൂപ്പർ സ്റ്റാർമാരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ദുൽഖർ സൽമാൻ, പ്രണവ് മോഹൻലാൽ. ആരാണ് അടുത്ത തലമുറയിലെ റിയൽ സൂപ്പർ സ്റ്റാർ? മലയാള സിനിമയിലെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ പ്രേക്ഷകരും ഫാൻസും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന രണ്ടു പേരുകളാണ് ദുൽഖർ സൽമാനും പ്രണവ് മോഹൻലാലും. അടുത്ത തലമുറയിലെ റിയൽ സൂപ്പർ സ്റ്റാർ ആരായിരിക്കും? ഇന്ന് നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ആദ്യം ദുൽഖർ സൽമാനെ കുറിച്ച് നോക്കാം. അദ്ദേഹം മലയാള സിനിമയ്ക്ക് പുറമെ തെന്നിന്ത്യൻ സിനിമയിലും ഹിന്ദി സിനിമയിലും ശക്തമായി നിലപിടിച്ചുകൊണ്ടിരിക്കുന്നു. കുറുപ്പ്, സീതാരാമം, കണ്ണും കണ്ണും കൊള്ളയടിത്താൽ എല്ലാം വലിയ വിജയം നേടിയ ചിത്രങ്ങളാണ്. ദുൽഖറിന്റെ വലിയൊരു പ്ലസ് പോയിന്റ് അദ്ദേഹത്തിന്റെ സ്റ്റൈലും ക്യൂട്ടായ കിടിലൻ പെർഫോമൻസുകളുമാണ്. പല യുവാക്കൾക്കും ദുൽഖർ സൽമാൻ ഒരു ഫാൻ ഐക്കണാണ്. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു ഫാൻ ബേസ് ഉണ്ട്. അത് അദ്ദേഹം സ്വന്തമായി രൂപപ്പെടുത്തിയെടുത്തതാണ്. മറ്റൊരു പ്രത്യേകത, ദുൽഖർ 3 വ്യത്യസ്ത ഭാഷകളിലായി സിനിമ ചെയ്യുന്നു എന്നതാണ്. അതിനാൽ അദ്ദേഹം ഒരു പാൻ ഇന്ത്യ സ്റ്റാർ ആയി മാറുകയാണ്. ഇനി പ്രണവ് മോഹൻലാലിനെ കുറിച്ച് നോക്കാം. പ്രണവിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ലാലേട്ടന്റെ മകൻ എന്നതിൽ മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു സ്വാഭാവിക പ്രകടന ശൈലിയുണ്ട്. ഹൃദയം എന്ന സിനിമയിൽ പ്രണവ് ഏറെ ഇമോഷണലായും റിയലിസ്റ്റിക് ആയും അഭിനയിച്ചു. അതിന് അദ്ദേഹത്തിന് നല്ല പ്രതികരണങ്ങളാണ് ലഭിച്ചത്. അദ്ദേഹം വളരെ സ്വകാര്യ സ്വഭാവമുള്ളയാളാണ്. സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ല. പക്ഷേ ഇത് തന്നെയാണ് ചിലർക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം. അദ്ദേഹം വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആണെന്നും ആരാധകർ പറയുന്നു. ബോക്സ് ഓഫീസിൽ ദുൽഖറിന് കുറച്ച് മുൻതൂക്കം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പലതും പാൻ ഇന്ത്യ റേഞ്ചിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. കുറുപ്പ് അത്ര വലിയ ഹിറ്റായത് കാരണം ദുൽഖറിന്റെ മാർക്കറ്റ് വളരെയധികം വലുതായി. പ്രണവിന്റെ ഹൃദയം നല്ല വിജയമായിരുന്നു. എന്നാൽ മറ്റു ചില സിനിമകൾ മികവിനേകാതെ പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വലിയ പൊട്ടൻഷ്യൽ ഉണ്ട്. അത് ഇനിയുള്ള ചിത്രങ്ങളിലൂടെ തെളിയിച്ചേക്കാം. സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനും ഫാൻ ക്ലബ്ബുകൾക്കും വേണ്ടി നോക്കിയാൽ ദുൽഖറിന് വലിയ ലീഡുണ്ട്. പക്ഷേ പ്രണവിന്റെ ഫാൻസ് ക്രമാതീതമായി ഉയർന്നു വരികയാണ്. ഇവരിൽ ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ്? അടുത്ത തലമുറയുടെ സൂപ്പർ സ്റ്റാർ ആരായിരിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് കമന്റിലൂടെ രേഖപ്പെടുത്തൂ. ഇതുപോലെയുള്ള മലയാള സിനിമ ന്യൂസ്, അപ്ഡേറ്റ്സ് എന്നിവയുമായി വരാനിരിക്കുന്ന വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.